പുതിയൊരു മുഖമാണ് ഇന്ന് ലോകം കാണുന്നത്. ഇത് കണ്ട നമ്മുടെ ശത്രു രാജ്യങ്ങളായ പാകിസ്ഥാനും ചൈനയും ഇന്ന് അക്ഷരാർത്ഥത്തിൽ ഭയന്നിരിക്കുകയാണ്. കാരണം ഒരു കാലത്ത് റഷ്യയുടെയും അമേരിക്കയുടെയും മുന്നിൽ ആയുധങ്ങൾക്കായി കൈനീട്ടി നിന്നിരുന്ന ഭാരതം ഇന്ന് ലോകത്തിന് ആയുധങ്ങൾ വിൽക്കുന്ന വൻ ശക്തിയായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ 12 വർഷം കൊണ്ട് നരേന്ദ്രമോദി എന്ന ഭരണാധികാരി ഇന്ത്യയെ മാറ്റിമറിച്ചതിന്റെ നേർചിത്രമാണിത്. പാകിസ്ഥാനെയും ചൈനയെയും ഒരുപോലെ വിറപ്പിച്ചുകൊണ്ട് ഇന്ത്യ എങ്ങനെയാണ് ലോകത്തിന്റെ ആയുധപുരിയായി മാറിയതെന്ന് നമുക്ക് നോക്കാം. എന്താണ് സംഭവമെന്ന് ഒറ്റ വാക്കിൽ പറയാം. ഇന്ത്യ ഇപ്പോൾ ലോകത്തിന് ആയുധങ്ങൾ വിൽക്കുന്ന വമ്പൻ ശക്തിയായി മാറിക്കഴിഞ്ഞു. അതെ, വെറും 12 വർഷം മുമ്പ് കേവലം 600 കോടി രൂപയുടെ ആയുധങ്ങൾ മാത്രം കയറ്റുമതി ചെയ്തിരുന്ന നമ്മുടെ രാജ്യം ഇന്ന് 40,000 കോടി രൂപയുടെ റെക്കോർഡ് നേട്ടത്തിലേക്ക് കുതിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 60% വർധനവാണ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. ഈ വമ്പൻ കുതിച്ചുചാട്ടം കണ്ട് നമ്മുടെ ശത്രു രാജ്യങ്ങളായ പാകിസ്ഥാനും ചൈനയും ഇന്ന് അക്ഷരാർത്ഥത്തിൽ കണ്ണു തള്ളിയിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. 2014 മുമ്പ് ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു? നമ്മുടെ അതിർത്തി കാക്കുന്ന സൈനികർക്ക് അത്യാധുനികമായ ഒരു തോക്കോ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റോ വാങ്ങണമെങ്കിൽ പോലും വർഷങ്ങളോളം ഫയലുകൾ നീങ്ങണമായിരുന്നു. എന്നാൽ 2014 മോദി സർക്കാർ അധികാരമേറ്റതോടെ ഈ അവസ്ഥയ്ക്ക് അന്ത്യമായി. മേക്ക് ഇൻ ഇന്ത്യ എന്നത് വെറും ഒരു മുദ്രാവാക്യമായിരുന്നില്ല, മറിച്ച് നമ്മുടെ ശത്രുക്കളുടെ ഉറക്കം കെടുത്താനുള്ള ഒരു പ്ലാൻ കൂടിയായിരുന്നു അത്. അഴിമതി നിറഞ്ഞ പഴയ കരാറുകൾക്ക് പകരം സുതാര്യമായ ഭരണവും അതിവേഗത്തിലുള്ള തീരുമാനങ്ങളും വന്നതോടെ ഇന്ത്യ സ്വന്തമായി ആയുധങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. 2014 വെറും 600 കോടി രൂപയുണ്ടായിരുന്ന കയറ്റുമതി ഇന്ന് 40,000 കോടി രൂപയിലേക്ക് കുതിച്ചു. ഈ മാറ്റം ചൈനയെ അമ്പരിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് പാകിസ്ഥാനും ചൈനയും ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ഇന്ത്യയുടെ സാങ്കേതിക വളർച്ചയാണ്. പാകിസ്ഥാൻ ഇന്ന് ചൈനയുടെ കയ്യിൽ നിന്ന് ഗുണനിലവാരമില്ലാത്ത ആയുധങ്ങൾ വാങ്ങി വലയുകയാണ്. ചൈനയിൽ നിന്ന് പാകിസ്ഥാൻ വാങ്ങിയ J-70 വിമാനങ്ങൾ പലപ്പോഴും പറക്കാൻ പോലും കഴിയാതെ പണിമുടക്കുമ്പോൾ ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനങ്ങൾ ലോക രാജ്യങ്ങൾ ആവേശത്തോടെ വാങ്ങുകയാണ്. ചൈനയുടെ ആയുധ വിപണിക്ക് ഇന്ത്യ ഇന്ന് വലിയൊരു വെല്ലുവിളിയാണ്. പണ്ട് ചൈനയെയും തുർക്കിയെയും ആശ്രയിച്ചിരുന്ന പല രാജ്യങ്ങളും ഇന്ന് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾക്കും ആകാശ് മിസൈൽ സിസ്റ്റത്തിനും പിന്നാലെയാണ്. ഇത് പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ്. കാരണം ഇന്ത്യയുടെ ആയുധക്കരുത്ത് വർദ്ധിക്കുന്നത് അവരുടെ തന്ത്രങ്ങളെ പാടെ തകർക്കുകയാണ്. ഇന്ന് ലോക രാജ്യങ്ങൾ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലിനായി വരി നിൽക്കുകയാണ്. ഫിലിപ്പീൻസ് ഇതിനോടകം തന്നെ ഇന്ത്യയിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ മിസൈലുകൾ വാങ്ങിക്കഴിഞ്ഞു. അർമേനിയയും പല ആഫ്രിക്കൻ രാജ്യങ്ങളും ഇന്ത്യയുടെ പീരങ്കികളും റോക്കറ്റ് ലോഞ്ചറുകളും ഇന്ന് ആവേശത്തോടെ വാങ്ങുന്നു. പണ്ട് ഇന്ത്യയെ നോക്കി പരിഹസിച്ച ചൈന ഇന്ന് കാണുന്നത് സ്വന്തം അയൽരാജ്യങ്ങൾ പോലും ഇന്ത്യൻ ആയുധങ്ങൾ തേടി വരുന്നതാണ്. നരേന്ദ്രമോദിയുടെ നിശ്ചയദാർഢ്യം ഇന്ത്യയെ ഇന്ന് ഒരു വെറും ഇറക്കുമതിക്കാരനിൽ നിന്ന് ലോകത്തെ നിയന്ത്രിക്കുന്ന കയറ്റുമതിക്കാരനായി മാറ്റിയിരിക്കുന്നു. ഇന്ത്യയുടെ വളർച്ച കണ്ട് അസൂയപ്പെടുന്നവർക്ക് ഒരു കാര്യം വ്യക്തമായി അറിയാം: പുതിയ ഇന്ത്യയെ ഇനി ആർക്കും തടയാനാകില്ല. നമ്മൾ ആയുധങ്ങൾ നിർമ്മിക്കുന്നത് ആരെയും ആക്രമിക്കാനല്ല, മറിച്ച് നമ്മുടെ രാജ്യത്തെ തൊടാൻ ആരും ധൈര്യപ്പെടരുത് എന്ന് ഉറപ്പിക്കാനാണ്. കഴിഞ്ഞ 12 വർഷത്തെ ഈ ജൈത്രയാത്ര ഇന്ത്യ ഒരു സ്വയം പര്യാപ്ത രാജ്യമാക്കി മാറ്റിയിരിക്കുന്നു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതം ലോകത്തിന്റെ ആയുധപുരിയായി മാറുന്ന കാഴ്ച ഓരോ ഇന്ത്യക്കാരനും അഭിമാനമാണ് നൽകുന്നത്. ശത്രുക്കളുടെ ഉറക്കം കെടുത്തുന്ന ഈ പുതിയ ഇന്ത്യയുടെ കാര്യത്തിൽ നമുക്ക് വിശ്വസിക്കാം. മോദി സർക്കാർ അധികാരമേറ്റതോടെ ആത്മനിർഭർ ഭാരത് അഥവാ സ്വയം പര്യാപ്തത എന്ന മുദ്രാവാക്യം വെറും ഒരു വാക്കിൽ ഒതുങ്ങിയില്ല. അദ്ദേഹം ആദ്യം ചെയ്തത് പ്രതിരോധ മേഖലയിലെ ചുവപ്പ് നാടകൾ അറുത്തുമാറ്റുക എന്നതായിരുന്നു. ഇന്ത്യയിൽ തന്നെ ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള സാഹചര്യം ഒരുക്കി. ഇതിന്റെ ഫലമായിട്ടാണ് ഈ വർഷം മാത്രം നമ്മുടെ കയറ്റുമതിയിൽ 60% വർധനവുണ്ടായത്. 12 വർഷം മുമ്പ് നമ്മൾ കണ്ട സ്വപ്നങ്ങളെക്കാൾ എത്രയോ മുകളിലാണ് ഇന്ന് ഇന്ത്യയുടെ സ്ഥാനം. ഇത് വെറുതെ സംഭവിച്ചതല്ല. കൃത്യമായ പ്ലാനിങ്ങിലൂടെയും ഇച്ഛാശക്തിയിലൂടെയും മോദി സർക്കാർ കെട്ടിപ്പടുത്തതാണ്. ഇന്ന് ലോകത്തിലെ വൻ ശക്തി രാജ്യങ്ങൾ പോലും ഇന്ത്യയുടെ ആയുധങ്ങളെ അത്ഭുതത്തോടെയാണ് നോക്കുന്നത്. ഫിലിപ്പീൻസ് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങുന്നു. മറ്റു രാജ്യങ്ങൾ നമ്മുടെ പീരങ്കികൾക്കായി കാത്തിരിക്കുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളും ഗൾഫ് നാടുകളും ഇന്ന് ഇന്ത്യ നിർമ്മിക്കുന്ന തേജസ് യുദ്ധവിമാനങ്ങളിലും ആകാശ് മിസൈൽ സിസ്റ്റത്തിലും വലിയ വിശ്വാസം അർപ്പിക്കുന്നു. പണ്ട് ചൈനയുടെയും തുർക്കിയുടെയും ആയുധങ്ങളെ ആശ്രയിച്ചിരുന്ന പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ ഈ വളർച്ച വലിയൊരു ആഘാതമാണ്. കാരണം ഇന്ത്യ ഇപ്പോൾ ആയുധങ്ങൾ വാങ്ങുക മാത്രമല്ല, ലോകത്തിന് ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയുള്ള ആയുധങ്ങൾ നൽകുകയും ചെയ്യുന്നു. ഈ മാറ്റം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ മാത്രമല്ല,
ആഗോളതലത്തിലുള്ള നമ്മുടെ നയതന്ത്ര കരുത്തിനെയും വർദ്ധിപ്പിച്ചു. പ്രതിരോധ മേഖലയിലെ ഈ വമ്പൻ കുതിപ്പ് രാജ്യത്തെ ദശലക്ഷക്കണക്കിന് യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ കൂടിയാണ് നൽകുന്നത്. ഇനി നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യ കമ്പനികളും ഒരേപോലെ ഈ വിജയത്തിൽ പങ്കാളികളാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം വ്യക്തമാണ്. നമ്മൾ ആരെയും ഭയപ്പെടുത്താനല്ല ആയുധങ്ങൾ നിർമ്മിക്കുന്നത്, മറിച്ച് ലോകത്തിന് നമ്മളെ ഭയപ്പെടുത്താൻ കഴിയില്ല എന്ന് ഉറപ്പാക്കാനാണ്. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി ഇനിയും ഉയരങ്ങളിലെത്തും. ഒരു ഇറക്കുമതിക്കാരനിൽ നിന്ന് ആഗോള കയറ്റുമതിക്കാരനായി മാറിയ ഇന്ത്യയുടെ ഈ കഥ വരും തലമുറകൾക്ക് ആവേശമായിരിക്കും. പുതിയ ഇന്ത്യയുടെ ഈ ജൈത്രയാത്രയിൽ ഓരോ ഇന്ത്യക്കാരനും അഭിമാനം കൊള്ളാം. പണ്ട് നമ്മൾ ചിന്തിച്ചിരുന്നത് അത്യാധുനികമായ ആയുധങ്ങൾ വാങ്ങണമെങ്കിൽ അമേരിക്കയിൽ നിന്നോ റഷ്യയിൽ നിന്നോ ഫ്രാൻസിൽ നിന്നോ വാങ്ങണമെന്നായിരുന്നു. സ്വന്തമായി നിർമ്മിക്കുന്നതിനേക്കാൾ എളുപ്പം വാങ്ങുന്നതാണെന്ന ഒരു ചിന്താഗതി ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മനോഭാവത്തെയാണ് ആദ്യം മാറ്റിയത്. നമുക്ക് എന്തിനാണ് മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത്? നമ്മുടെ എഞ്ചിനീയർമാർക്കും ശാസ്ത്രജ്ഞർക്കും ഇതിനുള്ള കഴിവില്ലേ എന്ന ചോദ്യമാണ് ആത്മനിർഭർ ഭാരത് എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് വഴി തുറന്നത്. ഇന്ന് ആ ചിന്താഗതിയുടെ ഫലമാണ് ലോകം കാണുന്ന ഈ 40,000 കോടിയുടെ നേട്ടം. മുൻപ് ഒരു ആയുധം ഇന്ത്യയിൽ നിർമ്മിക്കണമെങ്കിൽ 100 കൂട്ടം കടമ്പകളായിരുന്നു. സ്വകാര്യ കമ്പനികൾക്ക് ഈ മേഖലയിലേക്ക് പ്രവേശനം പ്രയാസകരമായിരുന്നു. എന്നാൽ മോദി സർക്കാർ ഈ നിയമങ്ങളെല്ലാം ലളിതമാക്കി. പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിൽ 74% വരെ നേരിട്ടുള്ള വിദേശ നിക്ഷേപം അനുവദിച്ചു. ഇതോടെ വിദേശ കമ്പനികൾ ഇന്ത്യയിൽ വന്ന് ഫാക്ടറികൾ തുടങ്ങാനും നമ്മുടെ ആളുകൾക്ക് തൊഴിൽ നൽകാനും തയ്യാറായി. ടാറ്റ, മഹീന്ദ്ര, L&T തുടങ്ങിയ വലിയ ഇന്ത്യൻ കമ്പനികൾ ഇന്ന് ടാങ്കുകളും പീരങ്കികളും നിർമ്മിച്ച് ലോകത്തിന് വിൽക്കുന്നത് ഈ നയതന്ത്രപരമായ മാറ്റം കൊണ്ടാണ്. ഇന്ത്യൻ പ്രതിരോധ മേഖലയെ വളർത്താൻ സർക്കാർ എടുത്ത ഏറ്റവും ധീരമായ തീരുമാനമായിരുന്നു നെഗറ്റീവ് ഇമ്പോർട്ട് ലിസ്റ്റ്. ഏകദേശം 400-ലധികം പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ഇനി മുതൽ വിദേശത്ത് നിന്ന് വാങ്ങില്ലെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. ഇതൊരു വലിയ റിസ്ക് ആയിരുന്നു, പക്ഷേ അത് നമ്മുടെ തദ്ദേശീയ വ്യവസായത്തെ ഉണർത്തി. വിദേശത്ത് നിന്ന് വാങ്ങാൻ കഴിയില്ലെന്ന് വന്നപ്പോൾ നമ്മുടെ കമ്പനികൾ രാത്രി പകലാക്കി അധ്വാനിച്ച് ആയുധങ്ങൾ ഇവിടെ തന്നെ നിർമ്മിച്ചു. ഇന്ന് നമ്മൾ കയറ്റുമതി ചെയ്യുന്ന പല ആയുധങ്ങളും ഇങ്ങനെ നിർബന്ധിതമായി വികസിപ്പിച്ചെടുത്തവയാണ് എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഇന്ത്യയുടെ ഈ മാറ്റത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ് ബ്രഹ്മോസ് മിസൈൽ. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ എന്ന ഖ്യാതിയുള്ള ബ്രഹ്മോസ് ഇന്ന് ഫിലിപ്പീൻസ് പോലുള്ള രാജ്യങ്ങൾ കോടിക്കണക്കിന് രൂപ നൽകി വാങ്ങുകയാണ്. അതുപോലെ തന്നെയാണ് തേജസ് യുദ്ധവിമാനം. പൂർണ്ണമായും ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത ഈ വിമാനം ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റുകളിൽ ഒന്നാണ്. പല രാജ്യങ്ങളും നമ്മുടെ പിനാക്ക റോക്കറ്റ് ലോഞ്ചറുകളും പീരങ്കികളും വാങ്ങാൻ വരി നിൽക്കുകയാണ്. പണ്ട് ഇന്ത്യയെ നോക്കി പരിഹസിച്ചവർ ഇന്ന് നമ്മുടെ സാങ്കേതിക വിദ്യയുടെ പിന്നാലെ വരുന്നത് വലിയൊരു മാറ്റമാണ്. ഈ മാറ്റം വെറും ബിസിനസ് മാത്രമല്ല, ഇതൊരു വലിയ രാഷ്ട്രീയ സന്ദേശമാണ്. ചൈനയും പാകിസ്ഥാനും ആയുധ വിപണിയിൽ നടത്തുന്ന ആധിപത്യത്തിന് ഇന്ത്യ വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഏഷ്യയിലും ആഫ്രിക്കയിലുമുള്ള ചെറുകിട രാജ്യങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരു പങ്കാളിയായി ഇന്ത്യ വളർന്നു. കുറഞ്ഞ ചിലവിൽ മികച്ച ആയുധങ്ങൾ നൽകുന്ന ഇന്ത്യ ലോകത്തിലെ തന്നെ 3-മത്തെയോ 4-മത്തെയോ വലിയ പ്രതിരോധ കയറ്റുമതിക്കാരായി മാറുന്ന കാലം വിദൂരമല്ല. ഇത് സാധ്യമാക്കിയത് കഴിഞ്ഞ 12 വർഷത്തെ കഠിനാധ്വാനവും ഒരു ഭരണാധികാരിയുടെ ദീർഘവീക്ഷണവുമാണ്. സുഹൃത്തുക്കളെ, നാം കണ്ടുകൊണ്ടിരിക്കുന്നത് വെറുമൊരു കണക്കിന്റെ വളർച്ചയല്ല, മറിച്ച് നൂറ്റാണ്ടുകളായി അടിമപ്പെട്ടും അടിച്ചമർത്തപ്പെട്ടും കിടന്ന ഒരു ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതിക്കാരൻ എന്ന പഴയ വിലാസം ഇന്ത്യ ഇന്ന് ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പടക്കപ്പലുകളും മിസൈലുകളും വിദേശ രാജ്യങ്ങളുടെ തീരങ്ങളിൽ കാവൽ നിൽക്കുമ്പോൾ അവിടെ ഉയരുന്നത് വെറും ആയുധക്കരുത്തല്ല, മറിച്ച് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന ബ്രാൻഡിന്റെ വിശ്വാസ്യതയാണ്. നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 12 വർഷം കൊണ്ട് പാകിയ ആത്മനിർഭർ ഭാരതം എന്ന വിത്ത് ഇന്ന് ആകാശമുട്ടെ വളർന്നു കഴിഞ്ഞു. ഇത് പാകിസ്ഥാനും ചൈനയ്ക്കും നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ഇന്ത്യയെ ഇനി ആരും വിരട്ടാൻ നോക്കേണ്ട. നമ്മുടെ അതിർത്തികൾ കാക്കുന്ന ഓരോ സൈനികനും ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച ആയുധങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് നൽകുന്ന ആത്മവിശ്വാസം വാക്കുകൾക്കപ്പുറമാണ്. 2024 നാം നിൽക്കുന്നത് 40,000 കോടിയിലാണെങ്കിൽ വരും വർഷങ്ങളിൽ ഇത് 1,00,000 കോടികൾ കടക്കുമെന്നതിൽ തർക്കമില്ല. ആയുധങ്ങൾക്കായി റഷ്യയിലേക്കോ അമേരിക്കയിലേക്കോ ഓടിയിരുന്ന പഴയ ഇന്ത്യയിൽ നിന്ന് ലോകം ആയുധങ്ങൾക്കായി ഇന്ത്യയിലേക്ക് ഓടിവരുന്ന പുതിയ ഇന്ത്യയിലേക്കുള്ള ഈ ദൂരം നരേന്ദ്രമോദിയുടെ നിശ്ചയദാർഢ്യത്തിന്റെ വിജയമാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.